ഈ കുണ്ടലിനി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ അങ്ങനെ ഒരു വാക്കില്ല. അതായത് സംസ്കൃതത്തിലാണ് കുന്തലിനി, കുന്തലം എന്ന് പറയുന്നത്. അത് ചുറ്റിത്തിരിയുക അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങുക, ചുറ്റിക്കിടക്കുക എന്നുള്ളതിനെയാണ് ഈ കുന്തലം എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ശരീരത്തിൽ ചുറ്റിത്തിരിയുന്നത് എന്താണെന്ന് ആദ്യം പരിശോധിക്കേണ്ടത്. ഭൗതികത്തിൽ പറയുകയാണെങ്കിൽ ബ്ലഡ് ചുറ്റിക്കറങ്ങുമെന്ന് പറയും. അത് കഴിഞ്ഞാലോ ആത്മീയത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ശ്വാസമാണ്. അവിടെ ശ്വാസത്തിൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന പ്രാണനാണ്. അതിനെ ബേസ് ചെയ്താണ് ഇവിടെ ചുറ്റിക്കറങ്ങുക എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഒരാളിൻ്റെ ഉള്ളിൽ ഇത് ചുറ്റി തിരിയുന്നുണ്ട്, പക്ഷേ അത് ഒരു പൂർണ്ണ രൂപത്തിലല്ല. അതുകൊണ്ടാണ് ഉറങ്ങിക്കിടക്കുന്നു എന്ന് പറയാൻ കാരണം. അത് ഭൂതത്വത്തിൽ അന്തർലീനമായിരിക്കുന്നു എന്ന് പറഞ്ഞതിന് കാരണം. അപ്പോൾ ഭൂതത്വത്തിൽ അന്തർലീനമായിരിക്കും എന്ന് പറയും. അപ്പം നമ്മുടെ നിലനിൽപ്പ് ഭൂമി തത്വത്തിലാണ്. മൂലാധാരം ഭൂമിയായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ജനിച്ച് ആ ഭൂമിയിലേക്ക് ബന്ധപ്പെടുമ്പോൾ അയാളുടെ ആഗ്രഹങ്ങളെല്ലാം ഭൗതികമാണ്. അപ്പോൾ ഭൗതികത്തിലാണ് അയാളുടെ ബോധം കൂടിയും കിടക്കുക. അപ്പം കുണ്ടലിനി എന്ന് പറഞ്ഞാൽ അയാളുടെ ബോധമാണ്. അപ്പോൾ ഭൂതത്വത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ലയിച്ചിരിക്കുന്ന എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. അതിനൊരു സിംബോളിക് വാക്കാണ് ഉറഞ്ഞു കിടക്കുന്നു എന്ന് പറയുന്നത്. അതിനെ തട്ടി ഉണർത്തുക എന്നുള്ളതല്ല, അതിനെ ബോധവൽക്കരിക്കുക, ബോധവാനാവുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ശക്തിയെ ഉയർത്തുന്നതിന് 2-3 മാർഗമുണ്ട്. ഒന്നെന്ന് പറയുമ്പോഴത്തേന് ഭൗതികത്തിലെ ആഗ്രഹങ്ങൾ പൂർത്തിയാവുന്നതിന് വേണ്ടിയിട്ട് ഏകാഗ്രമാകുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ശ്വാസത്തെ ആവശ്യമാണ്. ഏതിനാലും ശ്വാസത്തെ ആശ്രയിക്കാതെ തൻ്റെ ശക്തിയെ ഉയർത്താൻ കഴിയില്ല. ഇപ്പം മന്ത്രം പോലും ജപിക്കുന്നത് ശ്വാസത്തിലാണ്. ഇപ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിന് അതേ അളവിൽ തന്നെ അല്ല വെളിയിലേക്ക് വിടുക. ഇപ്പം ഉദാഹരണം, ശ്വാസം സാധാരണ വ്യക്തിയിൽ നോർമൽ ശ്വാസം ഇങ്ങനെ എടുത്തു പോകും. എന്നാൽ ഒരു മന്ത്രം ജപിക്കുമ്പോൾ അങ്ങനെയല്ല. മന്ത്രം ജപിക്കുമ്പോൾ ശ്വാസം എടുക്കുന്നു, പക്ഷേ മന്ത്രത്തിൽ ഉരുക്കഴിച്ചും കൊണ്ട് ആ ശ്വാസത്തിൽ ലയിപ്പിച്ചാണ് വെളിയിലേക്ക് വിടുക. അങ്ങനെ നിരന്തരമായിട്ട് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഞാനെന്ന തൻ്റെ ബോധം അതിൽ ശ്വാസത്തിൽ ലയിച്ചും കൊണ്ട് തൻ്റെ ശക്തിയെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അത് ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. ഇപ്പം ദുർമന്ത്രവാദം ചെയ്യുമ്പോഴത്തേനും അറിയാമല്ലോ എന്തിനാണെന്നുള്ളത്. ഒരു വ്യക്തിയെ നശിപ്പിക്കാനായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ദേവരൂപ ഭാവങ്ങളിൽ തൻ്റെ ഭക്തിയിൽ ലയിപ്പിച്ചും കൊണ്ടാണ് ഇദ്ദേഹം അത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഭൂതത്വത്തിൽ നിന്നും പാതാള തത്വത്തിലേക്ക് പോകും. താഴ്ന്ന നിലവാരമാണ്. രണ്ടാമത് ഭൂതത്വം പുരോഹിതന്മാർ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം തൻ്റെ ശക്തി ഉയർത്തിയാണ്. യഥാർത്ഥമായൊരു വേ എന്ന് പറയുമ്പോഴത്തേന് യോഗവിദ്യയാണ്. ബ്രഹ്മപദം പ്രാപിക്കുക, അത് മേൽഗതി എന്ന് പറയും. ഇത് രണ്ടും താഴെ ആകാശം, ഭൂമി, പാതാളം ഇങ്ങനെ വരും. അപ്പോൾ ഒരാൾ ജനിച്ച് 3 ഡയമെൻഷനിലെ യാത്ര എന്ന് പറയും. യഥാർത്ഥ 3 ഡയമെൻഷനിലേക്ക് പോകുമ്പോഴാണ് മോക്ഷപദം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ അവസ്ഥ 2 തലം മാത്രമാണ്. അതായത് ജനനം മരണം. അതായത് 2 ഡയമെൻഷൻ. പാതാളം ഭൂമി. അതായത് മണ്ണിനെ മരിച്ചു കഴിയുമ്പോൾ ശരീരത്തിന് പാതാളത്തിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. ജനിക്കുന്നതും പാതാളത്തിൽ നിന്നല്ലേ, അമ്മയുടെ ഗർഭപാത്രം ഉള്ളറയിൽ നിന്നല്ലേ ജനിക്കുന്നത്. തിരിച്ചും മരിക്കുന്ന ഉള്ളറയിലേക്കാണ് പോകുന്നത്. അപ്പോൾ 2 ഡയമെൻഷനിൽ നിന്നും 3 ഡയമെൻഷനിലേക്ക് പോകുന്നതാണ് യഥാർത്ഥ കുണ്ടല ശക്തി, യഥാർത്ഥ വേ എന്നുള്ളത്. അപ്പോൾ കുണ്ടല ശക്തി ഒരാളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് വെച്ചാൽ ഇതെല്ലാം ശരിക്ക് അയാളുടെ ആഗ്രഹത്തെ ബേസ് ചെയ്തിരിക്കും. ഇപ്പം മോക്ഷം എന്നുള്ളതും ആഗ്രഹം തന്നെയാണ്. ഒരു വ്യക്തിയുടെ മോക്ഷപ്പെടണം എന്നുള്ളത് അവൻ്റെ ആഗ്രഹം തന്നെയാണ്. അപ്പോൾ ഭൗതികത്തിൽ ആഗ്രഹം നേടാനായാലും ശരി, മോക്ഷത്തിലേക്ക് പോകാനും ശരി, തൻ്റെ ശക്തി ഉയർത്താതെ ഒക്കത്തില്ല. അപ്പോൾ ഏകാഗ്രമായിട്ട് അവൻ ഏതിലാണോ ബേസ് ചെയ്ത് തൻ്റെ ശക്തി ഏകാഗ്രമാക്കുന്നത് അതിൻ്റെ ഗുണം അവനുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം, മഹാലക്ഷ്മിയെ എന്ന മന്ത്രത്തിൽ ഉപാസിക്കുകയാണെങ്കിൽ അവൻ്റെ ലക്ഷ്യം എന്താണ്? ധനമാണല്ലേ. കയ്യിലിരിക്കുന്ന ധനമുള്ള ഒരു സ്ത്രീ രൂപമാണ്. അപ്പോൾ അവൻ്റെ ശരിക്കുള്ള ആഗ്രഹം പണം തന്നെയാണ്. അപ്പോൾ ആഗ്രഹം വന്നിരിക്കുന്നത് ധനത്തിലേക്കാണ്. പക്ഷെ തൻ്റെ ശക്തി ഉയർത്തുന്നത് ധനസമ്പാദനത്തിന് വേണ്ടിയാണ്. അപ്പോൾ അത് ഓരോ ചക്രാസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവൻ്റെ ആഗ്രഹം പൂർത്തിയാകുന്നതിന് കാരണമാവും. യഥാർത്ഥത്തിൽ മോക്ഷപഥത്തിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന അവൻ്റെ ശക്തി ഉണ്ടെന്നാണ് യഥാർത്ഥ യോഗവിദ്യയുടെ കുണ്ടല ശക്തി. അതിനെ ആ ഒരു അവസ്ഥയെ സംബന്ധിച്ച് അവൻ്റെ ആഗ്രഹം അന്തർലീനമാണ്. അത് ഓൾറെഡി ഒരു ആഗ്രഹത്തിന് ബേസ് ചെയ്തല്ല. അവന് മോക്ഷപഥത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ആഗ്രഹം അവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആഗ്രഹം പൂർത്തിയാവാതെ ഒരാൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. ആത്മീയവും ഭൗതികവുമായ 2 അവസ്ഥയിലും ആഗ്രഹത്തെ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. രണ്ടും വേർപെട്ടല്ല നിൽക്കുന്നത്. ആഗ്രഹത്തെ കൊടുക്കാനാണ് ആത്മീയ തത്വം ഉള്ളത്. ആ ആഗ്രഹത്തെ ശരീരത്തിൽ എത്തിക്കുന്നതും ആത്മീയ തത്വമാണ്. അതായത് ഒരു ഇല കിളിച്ച് വരുന്നത് ആദ്യം ഉണ്ടാകുന്ന എനർജി മണ്ഡലമാണ്.
ആ എനർജി മണ്ഡലം എങ്ങനെയാണോ ആ ചെടിക്ക് ആഗ്രഹം, അതിന് തൻ്റെ ഇല ഉപയോഗിച്ച് പാചകം ചെയ്യാൻ വേണ്ടി, സൂര്യപ്രകാശം സ്വീകരിക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള ഇലയാണോ വേണ്ടുന്ന ആ ചെടിയുടെ ആഗ്രഹമാണ്. ആദ്യം അത് എനർജി രൂപമാണ്, പിന്നെയാണ് ഇല രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ഇലയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇലയാക്കുന്നത് എനർജി മണ്ഡലം. അതിനുവേണ്ടി തന്നെയാണ് തൻ്റെ ശക്തി എല്ലാവരും ഉയർത്തുന്നത് പോലും. അത് ശരിയായ വേയിൽ ചെയ്യുമ്പോഴാണ് മോക്ഷപദം ഉണ്ടാകുന്നത്, ഉള്ളിൽ സന്തോഷം സദാ ഉണ്ടാകുന്ന, ആഗ്രഹപൂർത്തിയാവുന്നതും പുനർജന്മം ഇല്ലാതിരിക്കുന്നതും. ഇങ്ങനെയാണ് ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത്.